സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശത്തിനു മുന്നിൽ താഴ്ന്നുപോയ ശിരസ്സും പൗരോഹിത്യത്തിൻ്റെ ജീർണാധിപത്യത്തിനു കീഴിൽ തകർന്നുപോയ ആത്മാഭിമാനവുമായി പൗരജനങ്ങൾ കഴിയുന്ന ഘട്ടത്തിലാണ് സ്വാമി വിവേകാനന്ദൻ ഉയർന്നു വന്നത്. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത എന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനം തന്നെ സമൂഹത്തെ ആകെ ജാഗ്രതപ്പെടുത്തുന്ന വിധത്തിലായി. ഉയർന്നെഴുന്നേൽക്കാനും ലക്ഷ്യം സാധിക്കുന്നതിൽ ജാഗ്രത പാലിക്കാനുമാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. ആലസ്യത്തിലാണ്ട് കിടന്ന ഒരു ജനതയ്ക്ക് അതിനേക്കാൾ വലിയ ഒരു ഉജ്ജീവന ഔഷധം അന്ന് വേറെ ഉണ്ടായിരുന്നില്ല. ദീർഘദർശനത്തോടെയാണ് സ്വാമി വിവേകാനന്ദൻ ഓരോ നിരീക്ഷണവും നടത്തിയത്. ശൂദ്രരുടെ ഭരണം വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികളുടെ ഭരണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. താനൊരു സോഷ്യലിസ്റ്റാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എല്ലാവരും സോഷ്യലിസ്റ്റ് മനോഭാവത്തിലേക്കാണ് ആകൃഷ്ടരാകേണ്ടത് എന്നതായിരുന്നു അതിലെ സൂചന. ചിക്കാഗോ പ്രസംഗത്തിൽ എൻ്റെ സഹോദരീ സഹോദരന്മാരെ എന്ന് സദസ്സിനെ സംബോധന ചെയ്തപ്പോൾ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്ന് മാത്രം കേട്ടിട്ടുള്ളവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. എല്ലാവരെയും സഹോദരങ്ങളായി കാണാനുള്ള വിശാല മനസ്കതയാണ് സത്യത്തിൽ ആ വാക്കുകളിൽ പ്രതിഫലിച്ച് കണ്ടത്. എല്ലാവരെയും സമന്മാരായും സഹോദരങ്ങളായും കാണാൻ കഴിഞ്ഞു എന്നതും കാലാനുസൃതമായി പുരോഗമന ചിന്ത പുലർത്താൻ കഴിഞ്ഞു എന്നതുമാണ് സ്വാമി വിവേകാനന്ദനെ ഇതര ആത്മീയ വ്യക്തിത്വങ്ങളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നത്.